വർക്കലയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് ശേഖരം പിടികൂടി. ശനിയാഴ്ച ഉച്ചയോടെ ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലെത്തിയ കല്ലട ബസ് പതിവ് പോലെ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള ബസ് സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് ബസ് ക്ലീൻ ചെയ്യുന്നതിനിടയിലാണ് ട്രാവൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 4 പൊതികൾ കണ്ടെത്തിയത്. സംശയം തോന്നിയ ജീവനക്കാർ ഉടൻ തന്നെ ബസ് മാനേജ്മെന്റിനെ വിവരം അറിയിച്ചു. തുടർന്ന് വർക്കല പോലീസ് സ്ഥലത്തെത്തി ട്രാവൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് ശേഖരം കണ്ടെടുത്തത്. അൻസാരി എന്ന പേരിൽ ഒരു യാത്രക്കാരൻ കല്ലട ബസ്സിൽ കഞ്ചാവ് കടത്തുന്നു എന്ന രഹസ്യ വിവരം ആലപ്പുഴ SP ലഭിച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ വച്ച് ഇന്ന് രാവിലെ പോലീസ് ബസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. പാസഞ്ചർ ലിസ്റ്റിൽ അൻസാരി എന്ന പേരിൽ ആളില്ലായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് യാത്രക്കാരെ മുഴുവൻ പരിശോധിച്ചതിനെ തുടർന്ന് അൻസാരിയെ കണ്ടെത്തുകയായിരുന്നു. ബസിന്റെ ഡ്രൈവർ ഷാജി തന്റെ ബന്ധുവാണെന്ന വ്യാജേനയാണ് അൻസാരിയെ ബസ്സിനുള്ളിൽ കയറ്റിയത്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് ശേഖരം കടത്തുന്നു എന്ന വിവരം ബസ് ഡ്രൈവർ ഷാജിക്കും അറിയാമായിരുന്നു എന്നാണ് അമ്പലപ്പുഴ പോലീസ് പറയുന്നത്. പോലീസ് പരിശോധനയിൽ അൻസാരിയുടെ കയ്യിൽ നിന്നും ചെറിയ തോതിലുള്ള കഞ്ചാവ് കണ്ടെത്തുകയും അൻസാരിയെയും ബസിന്റെ ഡ്രൈവർ ഷാജിയെയും അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. എന്നാൽ ആ സമയം ട്രാവൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ശേഖരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ബസിന്റെ ഡ്രൈവർ ഷാജിയുടെ അറിവോടുകൂടിയാണ് കഞ്ചാവ് ശേഖരം കടത്തൽ നടന്നതെന്ന് പോലീസ് പറയുന്നു. കൊല്ലം സ്വദേശിയായ ബസിന്റെ ഡ്രൈവർ 41 വയസ്സുള്ള ഷാജി, ആലപ്പുഴ സ്വദേശിയായ 32 വയസ്സുള്ള അൻസാരി എന്നിവരെയാണ് അമ്പലപ്പുഴ പോലീസ് ശനിയാഴ്ച രാവിലെ 9 മണിയോടെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ വർക്കല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ബീക്കൺ ന്യൂസ്, വർക്കല.